നമ്മുടെ പൊങ്കാല മഹോത്സവത്തിന് തലസ്ഥാന നഗരി ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു രീതിയിൽ ഈ തലസ്ഥാന നഗരി ഒരു വിസ്മയമാണ്. കാര്യം പൊങ്കാല കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കിയിടും വിതിൻ നോ ടൈം. മാത്രമല്ല ഇത്രയധികം ആളുകൾ, അതുപോലെ ആളുകൾ ആ സമയത്ത് വളരെ വിശാല മനസ്കരാണ്. ഏത് സ്ഥലത്തേക്ക് പോയാലും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കിട്ടും, അതുപോലെ ഓട്ടോറിക്ഷകൾ കിട്ടും. അങ്ങനെയൊക്കെയുള്ള ആയിരക്കണക്കിന്, ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വനിതാ സംഗമം എന്ന് വേണമെങ്കിൽ പറയാവുന്ന അത്ര ജനലക്ഷങ്ങളാണ് ഇവിടെ എത്തുന്നത്. നാളെ ആളുകൾ കൂടും, വനിതാ ഭക്തർ കൂടുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിന് മുന്നിൽ പ്രവിതാലക്ഷ്മി ഉണ്ട്, അതുപോലെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ അനുജ രാജേഷുമുണ്ട്. ആദ്യം പ്രവിതാലക്ഷ്മിയിലേക്ക്. പ്രവിതാലക്ഷ്മി തന്നെ ഒരു ഭക്തയാണ്. അവിടെ നമ്മൾക്ക് റിപ്പോർട്ട് ചെയ്ത് അവിടെ ഇന്ന് പൊങ്കാല ഇടുവോ? ഭക്തയാണ് എന്നുള്ളതിനേക്കാൾ ഇപ്പം ഞാനൊരു റിപ്പോർട്ടറായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പൊങ്കാല ഇടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്തായാലും നമുക്ക് ഈ റിപ്പോർട്ടിങ്ങിനിടെ നമ്മൾ ജോലിയിലാണല്ലോ, ജോലിക്കിടയിൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല, കണ്ടിന്യൂസ് ലൈവ് ആയതുകൊണ്ട്. അപ്പോൾ ഇനി ആറ്റുകാൽ ക്ഷേത്രത്തിലെ വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്രമാത്രം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ, എനിക്ക് പിന്നിലുള്ള ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ക്ഷേത്ര കവാടത്തിലാണ്. അല്പസമയം മുൻപാണ് ഇവിടെ സബ് കളക്ടർ എത്തിയത്. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്താൻ വേണ്ടി എത്തിയതാണ് ഇവിടേക്ക്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കുത്തിയോട്ടത്തിനുള്ള കുട്ടികളാണ്. കുട്ടികൾ വ്രതമെടുത്ത് ആണ് ഇവിടേക്ക് ഈ കുത്തിയോട്ടത്തിന്റെ ഭാഗമാകാൻ വേണ്ടി എത്തുന്നത്. അപ്പോൾ ആ കുട്ടികൾ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുകയാണ്. ഈ സമയത്ത് നമ്മളെ ആ അടുത്തേക്കൊന്ന് അതായത് അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, കാരണം അവർ വ്രതമെടുത്ത് ദേവിയുടെ ഭക്തന്മാരായി, ദേവിദാസന്മാരായി നിൽക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരുടെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല. അതിനുശേഷമേ അവിടെ നിന്നുള്ള ക്യൂ കടത്തിവിടുകയുള്ളൂ. മറ്റു വശത്ത് ഒരു വലിയ ക്യൂ അത് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ ക്യൂവിലൂടെ ഇങ്ങനെ ആളുകൾ അകത്തേക്ക് കടക്കുകയാണ്. ഇപ്പം ഈ ഒരു സ്ഥലത്തെ തന്നെ തിരക്ക് എന്തുമാത്രം, ഞാനിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ നേരെ നടക്കി മുന്നിലാണ്. അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ തിരക്ക് എന്തുമാത്രമുണ്ട് എന്നുള്ളത് ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ടാകും. ഇനി പൊങ്കാല വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ചേരുന്ന നാളിലാണ് പൊങ്കാല അർപ്പിക്കാനായി ഭക്തർ എത്തുന്നത്. ഇതിനോടകം തന്നെ എത്രത്തോളം ഭക്തർ ഇവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് അല്പസമയം മുൻപ് തമ്പാനൂരിൽ നിന്ന് ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ ആറ്റുകാൽ ദേവിയുടെ സന്നിധിയിലേക്ക് പൊങ്കാല അർപ്പിക്കാനായി എത്തുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണെന്നാണ് പറയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കണ്ണകിയുടെ ചരിത്രമൊക്കെയാണ് ഇതിൽ പറഞ്ഞപ്പെടുന്നത്. അപ്പോൾ കണ്ണകിയെ കാപ്പ് കെട്ടി ഇരുത്തിയിരിക്കുന്നത്, ഇവിടുത്തെ പ്രതിഷ്ഠ കണ്ണകിയാണ്. അപ്പോൾ കാപ്പ് കെട്ടി ഇരുത്തിയിരിക്കുകയാണ്. ആദ്യത്തെ ദിവസമാണ് ഇത്. ഉത്സവം 10 ദിവസമാണ്. അതിൻ്റെ 9ാം ദിവസമാണ് പൊങ്കാലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന പൊങ്കാല ക്ഷേത്രത്തിലേക്ക് ഏറ്റവും അധികം ആളുകൾ എത്തുന്ന ഒരു ദിവസം കൂടിയാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലേ, ഈ ക്ഷേത്രങ്ങളിലൊക്കെ പലപ്പോഴും പുരുഷന്മാരും ഒപ്പം തന്നെ കുട്ടികളും ഒക്കെ എത്തുമ്പോൾ ഇവിടെ സ്ത്രീകളാണ്, എങ്ങും സ്ത്രീകളാണ്. വിശാലമായി ഒരു ഭയവും കൂടാതെ റോഡിലെങ്ങും സ്ത്രീകൾ ഇങ്ങനെ നടക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ഈ തിരക്കാണെങ്കിൽ ഇനി അല്പസമയം കഴിയുമ്പോഴേക്കും ഇവിടെ കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കും. നമ്മോടൊപ്പം ഇപ്പോൾ സബ് കളക്ടർ ചേരുന്നുണ്ട്. ഹായ് സർ, എങ്ങനെയുണ്ട് ഒരുക്കങ്ങളൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാവരും ഉണ്ട്. എന്തൊക്കെയാണ് ഇതിന് വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചത്? നമ്മൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് സുരക്ഷിതമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. പോലീസ് എല്ലാ വിധത്തിലും സഹായിക്കുന്നുണ്ട്. അറേഞ്ച്മെന്റ്സ്, പിന്നെ ഡ്രൈ ഡേ, അതുപോലുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുന്നുണ്ട്, പിന്നെ ഹോളിഡേ കൊടുത്തിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ നോക്കുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇവിടെ പല വിധത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് CCTV അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പുഷ്പവൃഷ്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സന്തോഷപൂർവ്വം ചെയ്തിട്ടുണ്ട്. അല്ല, ഇപ്പോൾ ഓരോ വർഷവും തിരക്ക് ഇങ്ങനെ കൂടി വരികയാണല്ലോ, അപ്പൊ അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളാണ് അല്ലേ? തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തെ പോലീസ് ബന്ധോസം അതുപോലെ സ്ട്രോങ് ആണ്. പിന്നെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ നോഡൽ ഓഫീസർ സാറാണ്. സാർ എല്ലാ ദിവസവും ഉണ്ട്. ഇതിനകം തന്നെ ഒരു 14 മീറ്റിങ്ങുകൾ നമ്മളെടുത്ത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ അറേഞ്ച്മെന്റ്സ് മന്ത്രിമാരുടെ ലെവലിലും ബഹുമാനപ്പെട്ട CMന്റെ ലെവലിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഈ കൂടുതലായിട്ടുള്ള പോലീസ് വിന്യാസമുള്ളത്? കൂടുതലായിട്ട് ഈസ്റ്റ് ഫോർട്ടിന് അവിടെ ഉണ്ട്, റെയിൽവേ സ്റ്റേഷനുണ്ട്, കരമന. കാരണം കൂടുതലായിട്ട് ആൾക്കാർ വരുന്നത് ഈ പ്രദേശങ്ങളിൽ, പിന്നെ ചുറ്റുവട്ടം നമ്മുടെ അമ്പല പരിസരത്തും ഈ ഭാഗത്തായിട്ടാണെന്നാണ് അത് പോലീസ് ബന്ധോബസ്ത് DGP നേരിട്ട് മോണിറ്റർ ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മളോടിപ്പോൾ സബ് കളക്ടറും ഒപ്പം തന്നെ ADM പറഞ്ഞത്. അത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള ഒരുക്കങ്ങൾ ഇവിടെ ഇങ്ങനെ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടും നടക്കുകയാണ്. പലപ്പോഴും മുൻപ് SKN സൂചിപ്പിച്ചതുപോലെ നമുക്ക് വല്ലാത്ത അത്ഭുതം തോന്നും, എങ്ങനെയാണ് ഇത്രയധികം ആളുകൾ ഒരു ദിവസം ഇവിടെ ഈ നഗരത്തിൽ വന്ന് പൊങ്കാലയിട്ട് പോകുന്നതെന്ന്. അത്ര നല്ല സജ്ജീകരണമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ വർഷമൊക്കെ ഞാനും ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി ഇവിടേക്ക് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയിരുന്നു. കഴിഞ്ഞ വർഷം, അതിന് മുന്നത്തെ വർഷമൊക്കെ അപ്പം കുറ്റമറ്റ രീതിയിലായിരുന്നു പ്രവർത്തനങ്ങളെല്ലാം. അഗ്നിരക്ഷാ
നാവികസേന, പോലീസ്, ഒപ്പം തന്നെ മറ്റ് സന്നദ്ധ സംഘടനകൾ, കോർപ്പറേഷൻ, ഒപ്പം തന്നെ സർക്കാരും, അത് തന്നെ പറയാണ്ടിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത്രയും സംവിധാനങ്ങൾ എല്ലാം എണ്ണയിട്ട് യന്ത്രം പോലെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആറ്റുകാൽ പൊങ്കാല വിജയമാക്കുവാനായി. മാത്രമല്ല ഇപ്പോൾ നട തുറന്നിരിക്കുന്ന സമയമായതുകൊണ്ട് ഒരുപാട് ആളുകൾ ക്യൂ അങ്ങ് നീണ്ട് റോഡിനപ്പുറത്തെ വശം വരെ എത്തിയിട്ടുണ്ട്. SKN ഇത്തവണ കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ അല്പസമയം മുൻപ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ സജ്ജീകരണങ്ങളും അത്തരത്തിലാണ്. പ്രത്യേകിച്ച് ചൂട് കൂടുതലാണ്. അപ്പോൾ ഇതിനായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ ആരോഗ്യ വകുപ്പ് മുൻപ് തന്നെ ഇറക്കിയിട്ടുണ്ട്. വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഭക്തരാണ്, അവർ പലപ്പോഴും ഈ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാനൊക്കെ മറന്നു. അപ്പോൾ അത്തരത്തിലൊന്നും പാടില്ല. നന്നായി വെള്ളം കുടിക്കണം. ഒപ്പം തന്നെ ഫ്രൂട്ട്സ്, അത് പരമാവധി ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രമിക്കണം. അയഞ്ഞ കോട്ടൺ വസ്ത്രം ധരിക്കണം, ഇളം നിറത്തിലുള്ള വസ്ത്രം ധരിക്കണം. അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഇതിന് ചുറ്റും സമാനമായ രീതിയിൽ ഈ ഭക്തർക്ക് ഒരു തരത്തിലുള്ള അസൗകര്യവും ഉണ്ടാകാതിരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാം നിറയെ സ്റ്റോളുകൾ പുറത്താണെങ്കിലും കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ക്ഷേത്ര കവാടത്തിന്റെ അടുത്താണ്. ഇവിടെയാണെങ്കിൽ പുറത്ത് ഒരുപാട് സ്റ്റോളുകൾ അത്തരത്തിലുണ്ട്. അതിനെല്ലാം ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇവർക്കൊക്കെ അനുമതി കൊടുക്കുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ വാർത്തയുണ്ടായിരുന്നു. ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ആളുകൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എല്ലാം ഭക്തിസാന്ദ്രമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അല്പസമയം കഴിയുമ്പോഴേക്കും കൂടുതൽ ഭക്തരെത്തുന്ന സാഹചര്യത്തിൽ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളുണ്ട്. ഇനി ഇതിന്റെ മറുവശത്താണ് മൈതാനമുള്ളത്, ഈ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ മൈതാനമുള്ളത്. അവിടെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇരിപ്പുറപ്പിച്ചിരിക്കുകയാണ്. അതായത് ഇപ്പം അല്പസമയം മുൻപ് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ആ ഒരു കട്ട ഇട്ടിടെന്ന് പറയുന്നത് അവിടെ ഒരു 3-4 പേർക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള സ്ഥലമാണ്. അത്ര അടുപ്പിച്ചാണ് ഈ പൊങ്കാല കലങ്ങൾ ഇങ്ങനെ അടുക്കുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു പ്രവിത ലക്ഷ്മി.